ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 കൊമേഴ്സിനകത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പോർഷനാണ്. അതായത് നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റ് കാണാറുണ്ട്. ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇന്ന് ആ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്? നമുക്കറിയാം, നമ്മുടെ സീക്വൻഷ്യൽ ഫ്ലോ ആണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ടാണ് പോകുന്നത്. ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത, എവിടെയെങ്കിലും ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്താൽ ഈ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് വിചാരിക്കുക. ആ സമയത്ത് ഇവിടെ ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു വിചാരിക്കാം. എവിടെ ഈ ഒരു സ്പേസിനകത്ത് ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യണത്? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ. ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണോ, അതായത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഏത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണോ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക്. അതായത് ഇവിടെ ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്നു. ഇവിടെ ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ഇവിടെയുള്ളത് ഈ പ്രോഗ്രാം കൺട്രോളിനെ വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജമ്പ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതാണ് ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നത്? ഉപയോഗം. അപ്പൊ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, C++ പ്രൊവൈഡ് കേട്ടോ, അതാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആണ്. ഒരു ജമ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കോണം. ജമ്പ് സ്റ്റേറ്റ്മെന്റിൽ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഏത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണോ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. C++നകത്ത് 4 ജമ്പ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഏതൊക്കെയാണ്? റിട്ടേൺ ഉണ്ട്, ഗോ ടു ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്. എത്ര ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? 4 ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കണ്ടിന്യൂ അല്ലെ, കണ്ടിന്യൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ എഴുതരുത്. എല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്, കാരണം ഇത് കീവേഡ്സ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. 4 ജമ്പ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, നെയിം ദ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, ലിസ്റ്റ് ദ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെയാണ്? ഗോ ടു, റിട്ടേൺ, കണ്ടിന്യൂ, ബ്രേക്ക്. അങ്ങനെ അല്ലെങ്കിൽ റിട്ടേൺ, കണ്ടിന്യൂ, ബ്രേക്ക്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 4 ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. റിട്ടേൺ എന്ന് പറയുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒരു കോളിംഗ് ഫംഗ്ഷൻ അല്ലേ? കോളിംഗ് ഫംഗ്ഷൻ, വിളിക്കുന്ന ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം ഓർ കം ഔട്ട് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു വിചാരിക്കുക. അതായത് സം എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു വിചാരിക്കും. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പൊ ഈ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. സമ്മ് ഇൻഡ് എന്താണ്? ഇൻഡ് സമ്മ് ഇൻഡ് എ കോമ ബി എന്ന് പറയുന്ന ഇൻഡ് ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷന്റെ പേര് സം എന്നാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്താ പറയാ, ഈ സമ്മിനെ C is equal to A plus B എന്ന് പറഞ്ഞു. C is equal to A plus B into C എന്ന് പറഞ്ഞു. ഇവിടെ is equal to A plus B എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിട്ടേൺ എന്താണ്? C എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ റിട്ടേൺ C പറയുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് അല്ലേ? ഈ ഫംഗ്ഷന്റെ ഈ റിട്ടേൺ C എന്ന് പറയുമ്പോൾ ഈ സിയിലുള്ള വാല്യൂവിനെ എവിടെയാണോ വിളിച്ചത് ആ വിളിച്ച ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം പഠിക്കുക. ദ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ തിരിച്ചുവിടുക. ഇതിനകത്ത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോവില്ല.
നേരെ ഈ ഫംഗ്ഷൻ വിളിച്ചത് എങ്ങോട്ടോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, കോൾ ബാക്ക് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ എ വാല്യൂ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിലേക്ക് കോൾഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. കോളിംഗ് ഫംഗ്ഷനിലേക്ക് അല്ലെ, കോളിംഗ് ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന റിട്ടേൺ എന്ന് പറയുന്ന ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ ഫംഗ്ഷൻ. ദ റിമൈനിങ് സ്റ്റേറ്റ്, ഒരു റിട്ടേൺ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ ഉള്ളതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ റിട്ടേൺ എന്താ ചെയ്യുന്നത്, കോളിംഗ് ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് കോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തു, റിട്ടേൺ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഫംഗ്ഷൻ കൺട്രോളിനെ, പ്രോഗ്രാം കൺട്രോളിനെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫംഗ്ഷൻ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ റിട്ടേൺ മനസ്സിലാക്കി വെക്കുക. കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം ഓർ കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനിൽ പുറത്തു കിടക്കാൻ. അങ്ങനെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വിളിച്ച ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത ഫംഗ്ഷനിൽ നിന്നും ഒരു റിസൾട്ടിനെ റിട്ടേൺ ചെയ്യാൻ കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിസൾട്ടിനെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ എ വാല്യൂ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനകത്തേക്ക് ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷനകത്ത് റിട്ടേൺ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വർക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഒരു ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് എക്സിറ്റ് എന്ന ഫംഗ്ഷൻ. ഒരു C++ പ്രോഗ്രാമിനകത്ത് എക്സിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പ്രോഗ്രാം അവിടെ ആ എക്സിറ്റ് ഫംഗ്ഷൻ വന്ന ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. C++ പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സിറ്റ് ഉണ്ട്, ദാറ്റ് ഹെൽപ്സ് ടു ടെർമിനേറ്റ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എക്സിറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് എ ഫംഗ്ഷൻ. ഒരു പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പൊ റിട്ടേൺ എന്ന് പറയുന്നത് കോളിംഗ് ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, റിട്ടേൺ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു എന്ന് പറയുമ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട് ഗോ ടു യുവർ ക്ലാസ്സസ്. പ്രിൻസിപ്പൾ പറയും ഗോ ടു യുവർ ക്ലാസ്സസ്. അത് നമ്മൾ എങ്ങോട്ടാ പോവാ, ക്ലാസ്സിലേക്ക് പോകും. ഗോ ടു ഓഫീസ് റൂം, നമ്മൾ എവിടേക്ക് പോകും, ഓഫീസ് റൂം. അപ്പൊ ഗോ ടുവിന്റെ കൂടെ ഒരാളും കൂടി വരും, ഒരു ലേബൽ എന്ന് പറയുന്നൊരു ആളുണ്ടാവും. ഗോ ടു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയും, എങ്ങോട്ടാ. അപ്പോൾ ദി ഗോ ടു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷനകത്ത് എങ്ങോട്ടാണോ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഗോ ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനകത്തേക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് പോകും. ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഗോ ടു ഈസ് ലേബൽ ചെയ്തിട്ടുണ്ടാവും. നോക്ക്, ഇതൊരു ഐഡന്റിഫയർ ആണ്, നമ്മൾ കൊടുക്കുന്നതാണ് ലേബൽ. ഇപ്പൊ സ്റ്റാർട്ട് എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, ഗോ ടു എവിടേക്കാ ഗോ ടു പോകേണ്ടത്, ലേബലിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇതൊന്നും വർക്ക് ചെയ്യില്ല. നേരെ എവിടേക്ക് പോകും, ലേബലിൽ പോയിട്ട് ലേബൽ വർക്ക് ചെയ്യും. അതായത് ഇവിടെ ഗോ ടു കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ലേബൽ എവിടെ കിടക്കണം, ഇവിടെ കിടക്കണം. അപ്പൊ ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ അകത്തേക്ക് എങ്ങോട്ടെങ്കിലും എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പൊ go to statement is another jump statement that transfer the program control one place to another. ഓക്കെ, അതായത് എനിവർ ആ ഫംഗ്ഷനകത്ത് എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഗോ ടു ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഇൻഡ് i is equal to 1. അപ്പൊ i എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്, ഐയുടെ വാല്യൂ എന്താണ്, ഐയുടെ വാല്യൂ 1 ആണ്. i എന്ന് പറഞ്ഞ ലൊക്കേഷൻ, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ സ്റ്റാർട്ട് എന്നാണ് കണ്ടത്. അപ്പൊ സ്റ്റാർട്ട് കണ്ടപ്പോൾ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല, അതൊരു ലേബലാണ്, നമ്മൾ നോക്കുന്നില്ല. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഐ പ്രിന്റ് ചെയ്തു, ഐയുടെ വാല്യൂ എന്താണ്, 1 പ്രിന്റ് ചെയ്തു. i++, ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, 2 ആക്കി. ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, i++ എന്നാണ്, അല്ലെങ്കിൽ ++ i എന്ന് പറഞ്ഞതാണ് i is equal i+1 എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, 2 ആക്കി. എന്നിട്ട് ഇഫ് i less than 50 ആണോ എന്നാണ് നോക്കുന്നത്. ഇഫ് i less than 50 ആണോ, ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആണ്. 2 എന്ന് പറയുന്നത് 50-നെക്കാട്ടി ചെറുതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട് എന്നാണ്. ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയപ്പോൾ വീണ്ടും എന്താ കാണുന്നത്, സി ഔട്ട് i എന്നാണ്. അപ്പൊ 2 പ്രിന്റ് ചെയ്തു അല്ലേ, 2 പ്രിന്റ് ചെയ്തു. ++ ഐയുടെ വാല്യൂ എന്തായി, 3 ആയി. വീണ്ടും നോക്കുന്നു, ഈ i less than 50 ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ എന്നാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്. ഐയുടെ വാല്യൂ 50-നെക്കാട്ടി ചെറുതോ ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത്. ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും മേലോട്ട് പോയി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ഗോറ്റു മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വരെ പ്രിന്റ് ചെയ്യാൻ പറ്റും, 50 വരെ പ്രിന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ?
മനസ്സിലായോ? അപ്പൊ ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോ ടു ഒരു ലേബലിലേക്ക് വെറുതെ ലേബൽ ക്യാൻ അപ്പിയർ ഇൻ ദ പ്രോഗ്രാം എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഒന്നിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റിന്റെ മുന്നേ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ പിന്നീടാണ് ഉണ്ടാവുക, ഗോ ടു താഴെ ഉണ്ടാവുക. അപ്പോൾ എവിടെയാണോ സ്റ്റാർട്ട് ഉള്ളത് ആ സ്റ്റാർട്ടിലേക്കാണ് പോവുക. ഗോ ടു പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്? സ്റ്റാർട്ടിലേക്കാണ്. സ്റ്റാർട്ട് എവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പൊ the label of the following followed by a column ആണ്. ലേബൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേബൽ പറഞ്ഞ ഇവിടെ എന്താ ഉണ്ടാവുക? കോളൻ ആണ് ഉണ്ടാവുക. കോളൻ, സെമി കോളൻ അല്ല, കോളൻ ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന്? ഗോ ടു എന്ന് പറയുന്നത് is another jump statement that facilitate transfer the program control anywhere in the function. ഓക്കെ, ഗോ ടുവിന്റെ കൂടെ ആര് കൂടെ വരും? ഒരു ലേബൽ കൂടി വരും. അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് സ്വിച്ചിനകത്തും ഇഫിനകത്തും അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പിനകത്തും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി സ്വിച്ച് ബ്ലോക്ക് ഓർ ഫംഗ്ഷൻ എന്നാണ്. ലൂപ്പ്, ഒരു ലൂപ്പിൽ, ഫംഗ്ഷൻ അല്ല ലൂപ്പ്, ഒരു ലൂപ്പിൽ എന്ത് വന്നു? ഒരു ലൂപ്പിൽ എന്ത് വന്നു? ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലൂപ്പിന്റെയോ സ്വിച്ചിന്റെയോ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് ഔട്ടർ ലൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി സ്വിച്ച് ബ്ലോക്ക് ഓർ ലൂപ്പ് എന്നാണ് പറയുന്നത്. ലൂപ്പിൽ നിന്നോ, അത് ഫോർ ലൂപ്പ് ആവാം, ഡു വൈൽ ലൂപ്പ് ആവാം, വൈൽ ലൂപ്പ് ആവാം, ഏത് ലൂപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സ്വിച്ചിൽ നിന്നാണോ അതിൽ നിന്ന് പുറത്തു വരെ when a break statement is encountered in a loop. ഒരു ലൂപ്പിനകത്ത് എന്ത് വന്നു? ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിനകത്ത് എന്ത് വന്നു? ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ടേക്ക് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് ക്ലോസിംഗ് ലൂപ്പ് എന്നാണ്. അതായത് ഇതൊരു ലൂപ്പാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു എന്ത് വന്നു? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നു. ഇവിടെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വന്നു. ഉടനെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. നേരെ ഔട്ടർ ലൂപ്പ്, തൊട്ടടുത്തുള്ള ലൂപ്പ് ഏതാണോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഔട്ടർ എന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണോ ഉള്ളത്, എൻക്ലോസിംഗ് ലൂപ്പ് എന്താണോ, അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക? അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനകത്ത്, കൺട്രോൾ സ്ട്രക്ചറിനകത്ത് ഒരു ബ്രേക്ക് വന്നാൽ തൊട്ട് പുറത്തേക്ക് എന്ത് ചെയ്യുക? പോരും. അതിന്റെ പ്രോഗ്രാമിന്റെ പുറത്തേക്കല്ല. പ്രോഗ്രാമിന്റെ പുറത്തേക്ക് വരാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ എക്സിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയല്ല, ആ ഒരു ലൂപ്പിൽ നിന്നും ജസ്റ്റ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? തൊട്ടടുത്ത ലൂപ്പിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ തൊട്ടടുത്ത എൻക്ലോസിംഗ് ഔട്ടർ ലൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് ഉപയോഗിക്കുക. ബ്രേക്ക് സ്വിച്ചിനകത്തും ലൂപ്പിനകത്തും എല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബ്രേക്ക് ഈസ് അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് പറയുക? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ സ്വിച്ച് ബ്ലോക്ക് ഓർ ലൂപ്പ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇന്റെ i = 1. നോക്കൂ, ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഐയുടെ വാല്യൂ 1 ആണ്. i <5 ആണ് അല്ലെ, i <= 5 ആണ്. 5-നെക്കാട്ടി ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ടർ ലൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ താഴേക്ക് എന്ത് ചെയ്യണം? ഇത് കമന്റ് ആണ് അല്ലെ, കമന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഔട്ടർ ലൂപ്പ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇല്ല. അപ്പോൾ ഈ ലൂപ്പ് ഇല്ല. ഓക്കെ, ഔട്ടർ ലൂപ്പ്, ഇന്നർ ലൂപ്പ്, അതുപോലെ തന്നെ എന്താ പറയാ, ഔട്ടർ ലൂപ്പ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഇല്ല. ഔട്ടർ ലൂപ്പ് എന്നുള്ളത് ഇവിടെ ഉള്ളത് ഔട്ടർ ലൂപ്പ്. ഓക്കെ, അപ്പൊ i = 1 ആണ്, i <5 ആണ്. ഐയിൽ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് cout /n ആണ്. /n എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ഒരു ലൈൻ പ്രിന്റ് ജസ്റ്റ് ഒരു താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്റ് j = 1. ജെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ജെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. j <= i ആണോ നോക്കി. j <= എന്താണ്? i ആണെന്നാണ് നോക്കുന്നത്. j <= i ആണ്. കാരണം ജെയുടെ വാല്യൂ 1 ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ j <= i ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? cout* പ്രിന്റ് ചെയ്യും. അപ്പൊ ഒരു സ്റ്റാർ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. എന്നിട്ട് നോക്കുകയാണ്, ഇഫ് j = 3 ആണോ? j = 3 ആണോ? അല്ലല്ലോ, j = 3 ആണ്. j 1 ആണ്. അല്ല, j = 3 അല്ല. നേരെ മേലേക്ക് പോയി, ഇങ്ങോട്ട് പോയി. j++. സംഭവിച്ചപ്പോൾ ജെയുടെ വാല്യൂ എന്തായി? ജെയുടെ വാല്യൂ 2 ആയി. ശ്രദ്ധിക്കണം മക്കളെ, ജെയുടെ വാല്യൂ 2 ആയി. ജെയുടെ വാല്യൂ 2 ആയപ്പോൾ എന്ത് സംഭവിക്കുന്നു? j <= 1 i ആണോ? ഐയുടെ വാല്യൂ 1 ആണ്. j <= എന്താണെന്നാണ് നോക്കുന്നത്? i ആണെന്നാണ് നോക്കുക. ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ലൂപ്പ് എന്താണ്? ലൂപ്പ് കണ്ടീഷൻ റോങ് ആയപ്പോൾ മേലേക്ക് പോയി, ഔട്ടർ ലൂപ്പിലേക്ക് വന്നു. ഔട്ടർ ലൂപ്പിൽ വന്ന് ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. ഐയുടെ വാല്യൂ എന്താണ് സംഭവിച്ചത്? ഐയുടെ വാല്യൂ 2 ആയി.
വീണ്ടും താഴേക്ക് വന്നിട്ട് ജെയുടെ വാല്യൂ എന്താണ് സംഭവിക്കുന്നത്? ജെയുടെ വാല്യൂ വീണ്ടും 1 ആക്കുന്നു. ജെയുടെ വാല്യൂ വീണ്ടും 1 ആക്കുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഐയുടെ വാല്യൂ ഇപ്പൊ എന്താ ഉള്ളത്? ഇവിടെ 2 ഉള്ളത്. അപ്പൊ വീണ്ടും എന്ത് പ്രിന്റ് ചെയ്യുന്നു? ഒരു സ്റ്റാർ താഴെ അല്ലെ? ഇവിടെ ഈ ഒരു ഇത് പ്രിന്റ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ഈ പറയുന്ന സ്ലാഷ് n പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുന്നു? ജെയുടെ വാല്യൂ 2 ആവുന്നു. ജെയുടെ വാല്യൂ 2 ആവുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ എന്ത് ചെയ്യുന്നത്? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ നോക്ക്. ശരിയാണ്, ഐ ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ജെയുടെ വാല്യൂ എന്താണ്? 3 ആകുന്നു. 3 ആകുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തല്ല? ഐ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് മേലേക്ക് പോകുന്നു. ഐയുടെ വാല്യൂ എന്താവുന്നു? 3 ആകുന്നു. ഐയുടെ വാല്യൂ 3 ആകുന്നു. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ എന്താ സംഭവിക്കണേ? ഐയുടെ വാല്യൂ 3 ആകുന്നു. നേരെ താഴേക്ക് വന്നിട്ട് നേരെ ഇങ്ങോട്ടേ വരിക, ഇങ്ങോട്ട് വരുന്നു അല്ലെ? ഇങ്ങോട്ട് വരുന്നു. ഇത് എന്താണ് പ്രിന്റ് ചെയ്ത്? അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യുന്നു. ആൻഡ് ജെ ഈസ് ഈക്വൽ ടു 1 ആവുന്നു. ജെയുടെ വാല്യൂ എന്താവുന്നു? ജെയുടെ വാല്യൂ 1 ആവുന്നു. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഐയുടെ വാല്യൂ എന്തായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രിന്റിംഗ് നടക്കും. 3 പ്രിന്റിംഗ് നടക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജെ ഈസ് ഈക്വൽ ടു 3 ആണ്. ജെ ഈസ് ഈക്വൽ ടു 3 ആണ് അല്ലെ? ജെ ഈസ് ഈക്വൽ ടു 3 ആണ്. പിന്നെ ഇത് ഇങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് പോവുക. നേരെ പുറത്തേക്ക് പോയി. ബ്രേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നേരെ പുറത്തേക്ക് പോയി. ഇനിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇനിയുള്ള സ്റ്റെപ്പ് ഒന്ന് നോക്കൂ. ഈ ബ്രേക്ക് വന്നപ്പോൾ നേരെ പുറത്തേക്ക് പോയിട്ട് ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ എന്തായി മാറി? ഐയുടെ വാല്യൂ 4 ആയി മാറി. ഐയുടെ വാല്യൂ 4 ആയി മാറി. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് നോക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ലാഷ് n പ്രിന്റ് ചെയ്ത് താഴേക്ക് വന്നു. എന്നിട്ട് ജെ ഈസ് ഈക്വൽ ടു എന്താണ്? ജെ ഈസ് ഈക്വൽ ടു 1 ആണ്. 4നെക്കാട്ടും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്തു? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. വീണ്ടും എന്ത് സംഭവിക്കുന്നു? ജെയുടെ വാല്യൂ 3 ആണോ നോക്കണ്ട? അല്ലല്ലോ, ജെയുടെ വാല്യൂ ഇപ്പൊ 1 ആണ്. വീണ്ടും മേലേക്ക് പോയി ജെയുടെ വാല്യൂ എന്ത് സംഭവിക്കുന്നു? ജെയുടെ വാല്യൂ 2 ആകുന്നു. വീണ്ടും എന്ത് സംഭവിക്കുന്നു? താഴെ വന്ന് പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ജെയുടെ വാല്യൂ 3 ആകുന്നു. എന്ത് പ്രിന്റ് ചെയ്യുന്നു? 3 ആകുന്നു. 3 ആയി കഴിഞ്ഞാൽ 3 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. താഴെ വന്നിട്ട് എന്താ നോക്കണേ? ജെ ഈസ് ഈക്വൽ ടു 3 ആണെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഇല്ലെങ്കിൽ ഇവിടെ 4 പ്രിന്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ബ്രേക്കിൽ എന്ത് സംഭവിച്ചു? ജെ ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ ബ്രേക്ക് വരണം. ബ്രേക്ക് വന്നാൽ നേരെ എങ്ങോട്ട് പോകും? മേലേക്ക് പോകും. അപ്പൊ ഔട്ടർ ലൂപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇസ് അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ലൂപ്പിൽ നിന്നോ സ്വിച്ചിൽ നിന്നോ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ is another jump statement that used to skip ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഫിലിം, ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു ഫിലിം കാണുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ ആ സോങ് നമ്മൾ ഫോർവേഡ് ചെയ്ത് കളയുന്നത് എന്താണ്? ആ സോങ് വേണ്ട, അടുത്തത് മതി എന്ന് പറയുന്നില്ല. ഇപ്പോ 1 2 3 ഇവിടെ നോക്കൂ നിങ്ങൾ. 1 2 3 4 5 കഴിഞ്ഞ് 6 ഇല്ല. അതായത് 5 is equal to 6 ആണോ? 6 ആണെങ്കിൽ കണ്ടിന്യൂ, അത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫോഴ്സിങ് ആണ്. ഇപ്പൊ നടക്കുന്ന ഐട്രേഷനെ വേണ്ട, അടുത്തത് മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് within the loop body and forcing the next iteration. ഇപ്പോൾ ഉള്ളതിനെ ഫോഴ്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. നിലവിൽ ഇപ്പോൾ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്തു, 2 ആണെങ്കിൽ 2 പ്രിന്റ് ചെയ്തു, 3 പ്രിന്റ് ചെയ്തു. ഓരോന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് നോക്കും? ഐ ഈസ് ഈക്വൽ ടു 6 ആണോ നോക്കും. 6 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല എന്നാണ്? പ്രിന്റ് ചെയ്യേണ്ടതില്ല. മനസ്സിലായോ? 6 ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട, അടുത്ത ഐട്രേഷനെ ഫോഴ്സ് ചെയ്യുക. സ്കിപ്പിംഗ് കറന്റ് ഐട്രേഷൻ ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ. സ്കിപ്പ് ചെയ്യുക ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ്. ഒരു കോഡിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അടുത്ത ഐട്രേഷൻ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 1 ആണ്. ഐ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ട്, അവിടുത്തെ വാല്യൂ എന്താണ്? 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്നാണ് നോക്കേണ്ടത്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്നാണ് നോക്കുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ നോക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴേക്ക് വന്നു. എന്നിട്ട് ഐ ഈസ് ഈക്വൽ ടു 6 ആണോ നോക്കി. ഐ ഈസ് ഈക്വൽ 6 അല്ലല്ലോ, ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഐ പ്രിന്റ് ചെയ്യണം. 1 പ്രിന്റ് ചെയ്തു. 1 പ്രിന്റ് ചെയ്തിട്ട് /t ആണ്, ഒരു ടാബ് പ്രിന്റ് ചെയ്യണം. ഒരു ടാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ്, ബ്ലാങ്ക് സ്പേസ് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. എങ്ങനെ വീണ്ടും എന്താണ് ചെയ്യുന്നത്? ഐയുടെ വാല്യൂ 1 കൂട്ടുന്നു. ഐയുടെ വാല്യൂ 2 ആകുന്നു. ഐയുടെ വാല്യൂ 2 ആകുന്നു. ഐ ഈസ് ഈക്വൽ ടു 6 ആണോ നോക്കുന്നു. 6 അല്ലല്ലോ. 6 ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ വർക്ക് ചെയ്യുള്ളൂ. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നേരത്തെ കേസിലും ട്രൂ ആണെങ്കിൽ മാത്രമേ ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇത് ട്രൂ
ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. 6 അല്ലല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് 2 പ്രിന്റ് ചെയ്യുന്നു, ഒരു ടാബ് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രിന്റ് ചെയ്യുന്നു, 4 പ്രിന്റ് ചെയ്യുന്നു, 5 പ്രിന്റ് ചെയ്യുന്നു, 6 ആയി. ഐയുടെ വാല്യൂ എന്തായി മാറി? 6 ആയി മാറി. 6 ആയപ്പോ അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ്. പക്ഷെ i ഈസ് ഈക്വൽ ടു എന്താണ്? i ഈസ് ഈക്വൽ ടു 6 ആണ്. i ഈസ് ഈക്വൽ ടു 6 ആണ്. i ഈക്വൽ ടു 6 ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? കണ്ടിന്യൂ എന്നാ പറയണത്. കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. നെക്സ്റ്റ് ആയിട്ട് ഫോഴ്സിങ് ടു നെക്സ്റ്റ് ഐറ്ററേഷൻ. പിന്നെ ഐയുടെ വാല്യൂ എന്താകുന്നു? 7 ആകുന്നു. അപ്പൊ 6 ഇല്ല, 7, 8, 9. മനസ്സിലായോ? 10. അപ്പൊ നിലവിലെ ഐട്രേഷനെ നിർത്തിയിട്ട് അടുത്ത ഐട്രേഷൻ എന്ത് ചെയ്യുക? ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇനി ബ്രേക്കും കണ്ടിന്യൂ തമ്മിൽ വ്യത്യാസമാണ്. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രേക്ക് എവിടെ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ സ്വിച്ച് ആൻഡ് ലൂപ്പ്. കണ്ടിന്യൂ എവിടെ ഉപയോഗിക്കുന്നത്? ഓൺലി ഇൻ ലൂപ്പ്. ഇവിടെ എന്താ സ്വിച്ചിനകത്ത് എന്താ പറയുന്നത്? സ്കിപ്പ് ചെയ്യുക. ഒരു എന്താ പറയാ, നമുക്ക് എന്താ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഔട്ട്സൈഡ് വരികയാണ്. ലൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്നോ നമുക്ക് ആ സ്വിച്ചിനെയോ ആ ലൂപ്പിനെയോ ആ റിമൈനിങ് പാർട്ട് ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പുറത്തു വരാൻ വേണ്ടി ആ ലൂപ്പിൽ നിന്നോ ആ ഒരു സ്വിച്ച് എന്താ പറയാ സ്വിച്ച് ബ്ലോക്കിൽ നിന്നോ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്താ ഉപയോഗിക്കുന്നത്? നിർത്തുക. കറണ്ട് ഐട്രേഷൻ നിർത്തിയിട്ട് ഫോഴ്സ് ചെയ്യുക നെക്സ്റ്റ് ഐട്രേഷൻ അല്ലെ. സ്റ്റോപ്പ് ദി കറണ്ട് ഐട്രേഷൻ ആൻഡ് എന്താണ്? ഫോഴ്സിങ് ടു നെക്സ്റ്റ് അല്ലെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക. കറന്റ് ഐട്രേഷനെ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ഐട്രേഷൻ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താ? പ്രോഗ്രാം കൺട്രോൾസ് ഔട്ട്സൈഡ് ദി ലൂപ്പ്. ട്രൂ ആണെങ്കിൽ പോലും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഇവിടെ നോക്കൂ നിങ്ങൾ കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ആണ്. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ബ്രേക്ക് ഇട്ടപ്പോ എന്ത് സംഭവിച്ചു? പുറത്തേക്ക് എന്ത് ചെയ്തു വന്നു. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആണെങ്കിൽ പോലും പുറത്തേക്ക് വരും. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതായത് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കൂ നിങ്ങൾ, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ, അതായത് 10 കഴിഞ്ഞ് 11 ആയാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ട് പഠിക്കണം. കണ്ടിന്യൂ എന്ന് പറയുന്നത് ലൂപ്പിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ബ്രേക്ക് എന്ന് പറയുന്നത് സ്വിച്ചിനകത്തും ലൂപ്പിനകത്ത് ഉപയോഗിക്കും. ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ ഒരു ലൂപ്പിൽ നിന്നോ എന്താ പറയാ നമ്മുടെ സ്വിച്ചിൽ നിന്നോ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇമീഡിയറ്റ് ഔട്ടർ ലൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ നിലവിലുള്ള ഐട്രേഷനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ഫോഴ്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിനകത്തുള്ള ഒരു എക്സാമ്പിൾ ആണ്. നോക്കൂ നിങ്ങൾ, i ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 1 ആണ്. എന്നിന്റെ വാല്യൂ എന്താണ്? എന്നിന്റെ വാല്യൂ 1 ആണ്. എന്നിന്റെ വാല്യൂ 1 ആണ്. n ലെസ് ദാൻ 5 ആണ്. n ലെസ് ദാൻ 5 ആണ്. n 5-നെക്കാട്ടി ചെറുതാണല്ലോ. ശരിയാണ്. അങ്ങനെയാണ് നേരെ താഴേക്ക് പോയി എന്ത് പ്രിന്റ് ചെയ്തു? i പ്രിന്റ് ചെയ്തു. ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ പറയുന്ന എന്നിനെ എന്താ സംഭവിക്കും? ഇവിടെ ഈ എന്നിനെ i ആക്കി മാറ്റണം കേട്ടോ. ഈ എന്നിനെ i ആക്കി മാറ്റണം. ശ്രദ്ധിക്കുക, i ലെസ് ദാൻ ആക്കി മാറ്റണം. i ലെസ് ദാൻ 5 ആക്കി മാറ്റണം. എങ്ങനെ? സി ഔട്ട് i എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. സി ഔട്ട് i പ്രിന്റ് ചെയ്യുന്നു. i എത്രയാണ്? ഐയുടെ വാല്യൂ എന്താ ഇപ്പോൾ ഉള്ളത്? ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 1 ആണ്. ആ 1 പ്രിന്റ് ചെയ്തു. എടാ i ഈസ് ഈക്വൽ ടു 2 ആണോ നോക്കി? i ഈസ് ഈക്വൽ 2 ആണോ? അല്ലല്ലോ. i ഈസ് ഈക്വൽ 2 ആണ് കണ്ടിന്യൂ എന്നാ പറയുന്നത്. i ഈസ് ഈക്വൽ 2 ആണ് കണ്ടിന്യൂ അല്ല. i ഈസ് ഈക്വൽ 2 അല്ല. അത് നേരെ താഴെ വന്നിട്ട് നോക്ക്. ഈ i മോഡ് 3 ഈസ് ഈക്വൽ ടു 0 ആണോ നോക്കി? i മോഡ് 3 എന്ന് പറഞ്ഞാൽ 1 മോഡ് 3 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. 1 മോഡ് 3 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിലേ ബ്രേക്ക് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ അതുമല്ല, ഇതും ഫാൾസ് ആണ്, ഇതും ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് ഹലോ. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്തു? ഹലോ പ്രിന്റ് ചെയ്തു. ഇനി വീണ്ടും ഇത് മേലേക്ക് പോയി എന്നിന്റെ വാല്യൂ, അതായത് ഐയുടെ വാല്യൂ എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ കൂടി. ഐയുടെ വാല്യൂ എന്ത് സംഭവിച്ചു? 2 ആയി. ഐയുടെ വാല്യൂ 2 സംഭവിച്ചപ്പോൾ i ലെസ് ദാൻ 5 ആണോ നോക്കി? ആണല്ലോ, 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. എന്ത് പ്രിന്റ് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. 2 പ്രിന്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? i ലെസ് ദാൻ 2 ആണോ? i ഈസ് ഈക്വൽ ടു 2 ആണോ എന്നാണ് നോക്കുന്നത്. i ഈസ് ഈക്വൽ ടു 2 ആണല്ലേ. ഐയുടെ വാല്യൂ 2 ആണ്, ഇവിടെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ എന്നാ. പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യോ? ഇല്ല. ഈ 2 സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യില്ല. നേരെ കണ്ടിന്യൂ എടുക്കുക പോണത് നേരെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും. നെക്സ്റ്റ് ഐട്രേഷനിൽ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ 3 ആക്കുന്നു. 3 ആക്കുമ്പോൾ i ലെസ് ദാൻ 5 ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? i എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. i പ്രിന്റ് ചെയ്തു. 3 പ്രിന്റ് ചെയ്തു. 2, 3 പ്രിന്റ് ചെയ്തു. എന്നിട്ട് i ഈസ് ഈക്വൽ ടു 2 ആണോ നോക്കി? i ഈസ് ഈക്വൽ 2 അല്ലല്ലോ. i ഈസ് ഈക്വൽ 2 അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇഫ് i മോഡ് 3 i മോഡ് നിന്നാണ് എന്താ 3 മോഡ് 3 എന്ന് പറയുന്നത് എന്താണ്? 3 മോഡ് 3 എന്ന് പറയുന്നത് 0 ആണ്.
അതായത് 3നെ 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം എന്താ കിട്ടുക, റിമൈൻഡർ എന്താ കിട്ടുക, 0 ആണ്. സ്വാഭാവികമായിട്ട് അപ്പൊ എന്ത് സംഭവിക്കും, ബ്രേക്ക്. അപ്പൊ ഇത് ട്രൂ ആയി. അപ്പൊ എന്ത് സംഭവിക്കും, ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോയി. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്, 1 hello 2 3 എന്നാണ് ഔട്ട്പുട്ട്. 1 hello 2 3. ഇതൊരു എക്സാമ്പിൾ ആണ്, നമ്മുടെ ബുക്കിനകത്ത് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്, ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. 4 തരത്തിലുള്ള ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, റിട്ടേൺ ഉണ്ട്, ഗോ ടു ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.